മഹാലക്ഷ്മി സീരിയലിൻ്റെ ഏറ്റവും പുതിയ പ്രൊമോ റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഒരു അബദ്ധം പറ്റിപ്പോയി കരുണയ്ക്ക്. പക്ഷേ അങ്ങനെ ഒരു അബദ്ധം കാണിക്കേണ്ടിയിരുന്നില്ല എന്ന് 100 വട്ടം കരുണ ഇതിനിടയ്ക്ക് ചിന്തിച്ചു കഴിഞ്ഞു എന്ന് പറയുന്നതായിരിക്കും ശരി. മഹാലക്ഷ്മിയോട് അങ്ങനെ ഒരു ക്രൂരത കാണിച്ചതുകൊണ്ട് മാത്രമാണ് തൻ്റെ അച്ഛൻ ഇപ്പോൾ ഇരുമ്പഴിക്കുള്ളിൽ കിടക്കേണ്ടി വരുന്നത്. ഇപ്പം കേസും കാര്യമൊക്കെ വന്നു കഴിഞ്ഞാൽ ഒടുക്കം വാമദേവന് രക്ഷപ്പെടാൻ പറ്റും. തൻ്റെ അച്ഛൻ്റെ കാര്യത്തിലാണ് തീരുമാനം ഉണ്ടാകാൻ പാട് എന്നുള്ള കാര്യം കൂടി വക്കീൽ പറഞ്ഞ് അറിയുന്ന കരുണ ആകെ സങ്കടപ്പെടുന്നുണ്ട്. കാരണം താൻ കാരണമാണ് കണ്ണേട്ട എല്ലാം പുറത്ത കണ്ണേട്ടൻ വീണ്ടും കേസ് അച്ഛനെ കുടുക്കും എന്നൊക്കെ ഉള്ളൊരവസ്ഥയിലേക്ക് എത്തിച്ചത്. അതിനിടയ്ക്ക് തനിക്ക് തന്നെ കൊലപാതക ശ്രമത്തിൻ്റെ പേര് കേസാകാഞ്ഞത് തന്നെ വലിയ കാര്യം. മഹാലക്ഷ്മി സ്റ്റെപ്പിൻ്റെ മേലിൽ നിന്ന് താഴേക്ക് തള്ളിയിട്ടത് വെറും ഒരു ആക്സിഡൻ്റ് ആയിരുന്നില്ലല്ലോ, കൊലപാതക ശ്രമത്തിന് തുല്യമല്ലായിരുന്നോ? മഹിയുടെ കുഞ്ഞിനെ അല്ലെങ്കിൽ മഹിയും കുഞ്ഞിനെ ഒരുമിച്ചില്ലാതാക്കുക എന്നുള്ള കരുണയുടെ ഈ ഒരു അത്യാഗ്രഹത്തിന് ദൈവമായിട്ട് കൊടുത്ത കൂലിയാണ് കണ്ണനെ കൊണ്ട് ഇപ്പോഴെങ്കിലും തൻ്റെ അച്ഛനെ കൊന്ന കൊലപാതകികളെ വെറുതെ വിടാൻ പാടില്ല. അവർക്ക് ക്ഷമയോ ദാക്ഷിണ്യോ ഒന്നും കൊടുത്തിട്ട് കാര്യമില്ല. അവരെ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരണം എന്നുള്ള കാര്യം. പക്ഷെ സത്യങ്ങളൊക്കെ അറിഞ്ഞ പ്രതാപനാണെങ്കിൽ ആകെ തകരുന്നുണ്ടായിരുന്നു. ആദ്യം കണ്ണൻ തന്നോട് ക്ഷമിച്ചു എങ്കിലും തൻ്റെ മകൾ വീട്ടുജോലിക്കാരിയായി ഒരുപാട് കഷ്ടപ്പെടുന്നു എന്ന് മനസ്സിലാക്കിയ പ്രതാപൻ ഉൾപ്പെടെ പിറന്നാൾ ദിവസം മോഹിനിയമ്മയുടെ പിറന്നാൾ ദിവസം മോഹിനിയമ്മയുടെ മുന്നിലിട്ട് അവൾക്കൊരു വയസ്സ് കൂടുമ്പോൾ ഇവൾക്കൊരു വയസ്സ് കുറയണം, അതായത് ഇവളുടെ ജീവൻ ഇല്ലാണ്ടാക്കണം എന്നുള്ള രൂപത്തിൽ കത്തിയും കൊണ്ട് പാഞ്ഞോടിയതാണ്. അപ്പോൾ ആരോഗ്യവും കരുത്തുമുള്ള കണ്ണൻ്റെ കൈക്കരുത്തിന് മുമ്പിൽ പ്രതാപൻ അവസാനം തോൽവി സമ്മതിക്കേണ്ടി വന്നതാണ്. എന്നിട്ടും തൻ്റെ മകൾ ഇങ്ങനെ വലിയൊരു മണ്ടത്തരം കാണിച്ചല്ലോ. നിങ്ങൾക്ക് എങ്ങനെയെങ്കിലും കണ്ണനെ കാര്യങ്ങൾ പറഞ്ഞെന്ന് മനസ്സിലാക്കിക്കൂടായിരുന്നു. അവൻ്റെ കാലി വീണിട്ടാണെങ്കിലും കേസും വഴക്കുമായിട്ട് പോകരുത്, തെറ്റുപറ്റിപ്പോയതാണെന്ന് പറഞ്ഞ് മനസ്സിലാക്കിക്കൂടെ എന്നൊക്കെ പറഞ്ഞ സമയത്ത് മുത്തശ്ശി പറയുന്നു, നീയും നിൻ്റെ മകളും അവരോട് ചെയ്ത ക്രൂരത അവർക്ക് പൊറുക്കാൻ പറ്റുന്നതായിരിക്കൂടാ. ഇപ്പോൾ മഹിക്ക് ജീവൻ തിരികെ കിട്ടുമോ ഇല്ലയോ എന്നറിയാൻ വയ്യാത്ത അവസ്ഥയിൽ, അവൻ്റെ കുഞ്ഞിനെ പോലും ജീവനോടെ കിട്ടുമോ ഇല്ലയോ എന്നറിയാൻ വയ്യാത്ത അവസ്ഥയിൽ ഹോസ്പിറ്റലിൽ നിൽക്കുന്ന അവനോട് ഞങ്ങൾ എന്ത് പറയാൻ പോവാനാ? അങ്ങനെ വല്ലതും പറയാൻ പോയി കഴിഞ്ഞാൽ അവൻ ഹോസ്പിറ്റലാണെന്ന് നോക്കില്ല, അവിടെ വെച്ച് തന്നെ ഞങ്ങൾ രണ്ടിനെയും തീർക്കും. പ്രത്യേകിച്ചും നിൻ്റെ മോളൂടെ അവന് തീർത്താ തീരാത്ത പിണക്കാ ഉള്ളത്. നാളെ കോടതിയിൽ എന്തെങ്കിലും ഒരു അത്ഭുതം സംഭവിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ദൈവത്തിനോട് പ്രാർത്ഥിക്കാം, അല്ലാതെ വേറെ ഒന്നും ചെയ്യാൻ നമ്മളെ കൊണ്ട് പറ്റില്ല എന്ന് പറയുമ്പം പ്രതാപനാണെങ്കിൽ ആകെ നിരാശപ്പെട്ട് സങ്കടപ്പെട്ട് നിൽക്കുവാണ്. അതേസമയം കരുണയാണെങ്കിൽ എല്ലാം അറിഞ്ഞും കേട്ടും കുറ്റബോധത്തിൽ നീറുകയാണ്. അതേസമയം നമ്മുടെ അനന്തു ആണെങ്കിൽ ലേഖയോട് പറയുന്നുണ്ട്, കണ്ണനോട് ചെയ്ത ക്രൂരതയ്ക്കുള്ള ഫലം ഇനിയെങ്കിലും ആ വാമദേവൻ അമ്മാവനും പ്രതാപനും അനുഭവിക്കണം. കോടതിയിൽ കേസ് കണ്ണൻ തന്നെ നേരിട്ട് വാദിക്കും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. പിന്നെ ഞാൻ അവന് വേണ്ടിയിട്ടുള്ള എന്ത് സഹായത്തിനും കൂടെ തന്നെ കാണും. ഉറപ്പായിട്ടും വേണം അനന്തുവേട്ടാ. അവർ ഒരിക്കലും ഇനി പുറംലോകം കാണാൻ പാടില്ല. ഒന്നിനു പിറകെ ഒന്നായിട്ട് സ്വത്തും പണവും ആഗ്രഹിച്ച് അവരെന്തൊക്കെയാണ് ചെയ്തു കൂട്ടിയത്. ഈ പറയുന്ന വാമദേവനാണ് കണ്ണേട്ടൻ്റെ അച്ഛനെ കൊന്നതെന്ന് ഒരു തവണ പോലും എനിക്ക് ഡൗട്ട് തോന്നിയില്ല. കാരണം സത്യങ്ങൾ അറിഞ്ഞിട്ടും മഹാലക്ഷ്മിയെ ബ്ലാക്ക്മെയിൽ ചെയ്ത് പണം സമ്പാദിക്കാനല്ലേ ആ സമയത്തും അയാൾ ശ്രമിച്ചത്. അതുകൊണ്ടാ ലേഖയെ എനിക്കും തോന്നുന്നത് അയാളൊക്കെ ഒരു കാരണവശാലും പുറത്തിറങ്ങാൻ പാടില്ല. അതേസമയം കണ്ണനാണെങ്കിൽ ആകെ മനസ്സ് നീറി വിഷമിച്ച് നടക്കുവാണ്. ഒന്ന് മഹിയെക്കുറിച്ചും കുഞ്ഞിനെക്കുറിച്ചും ആലോചിച്ചിട്ട്, രണ്ട് തൻ്റെ അച്ഛൻ്റെ മരണത്തിൻ്റെ കാരണം ഒരു സ്വത്തിൻ്റെ പേര് അല്ലെങ്കിൽ പണം മോഹിച്ചിട്ടാണ് വാമദേവൻ സ്വന്തം പെങ്ങളെ അച്ഛനെ കൊണ്ട് കല്യാണം കഴിപ്പിച്ച് ഇങ്ങനെയൊക്കെ കാട്ടിക്കൂട്ടിയത്. താൻ വീൽ ചെയറിൽ ഇരിക്കുമായതുകൊണ്ട് മാത്രമാണ് ഇത്രയും കാലം തനിക്ക് അവരുടെയൊക്കെ മുമ്പിൽ പിടിച്ചു നിൽക്കാനായത് എന്നുള്ള ഞെട്ടിക്കുന്ന സത്യവും കണ്ണന് മഹിയുമായിട്ടുള്ള വിവാഹത്തിന് ശേഷം മനസ്സിലായതാണ്. പക്ഷേ ഇത്രയ്ക്കും ക്രൂരത അതിര് വിട്ടിരുന്നു എന്ന് സ്വപ്നത്തിൽ പോലും വിചാരിച്ചിരുന്നില്ല. കണ്ണൻ്റെ മരുന്ന് മാറ്റിക്കൊടുത്തത് ഇനി ഒരിക്കലും കണ്ണൻ എണീറ്റ് നടന്ന് സ്വത്തിനും പണത്തിനും മറ്റൊരു അനന്തരാവകാശി ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് എന്ന് കരുതിയിരുന്നു. പക്ഷേ ഇത് പ്രതീക്ഷിക്കുന്നതിനേക്കാളും വലിയ ക്രൂരതയാണ് കണ്ണനോടും കുടുംബത്തിനോടും കാണിച്ചത് വാമദേവൻ അമ്മാവൻ. എന്തിനേറെ പറയുന്ന ദുർഗയോട് പോലും ഞെട്ടിക്കുന്ന ക്രൂരതയാണ് കാണിച്ചത് എന്ന് തന്നെ പറയാൻ പറ്റൂ. എന്തായാലും വക്കീലൊരു കാര്യം നമ്മുടെ മുത്തശ്ശിയോടും കരുണയോടും പറയുന്നു, പ്രതാപന് ജാമ്യം കിട്ടുന്നതും അല്ലെങ്കിൽ പ്രതാപനെ കേസിൽ നിന്നും ഊരിക്കൊണ്ടുവരുന്ന കാര്യത്തെക്കുറിച്ച് ചിന്തിക്കേണ്ടേ ആവശ്യമില്ല. പിന്നെ വാമദേവൻ ഇയാൾ 20 വർഷം മുമ്പുള്ള കാര്യമായതുകൊണ്ട് തന്നെ
കൊട്ടേഷൻ കൊടുത്തത് അയാളാണെന്ന് തെളിയിക്കാൻ അല്പം പാടുപെടും. അയാൾക്ക് വേണമെങ്കിൽ രക്ഷപ്പെടാനുള്ള എല്ലാ സാധ്യതയും കാണുന്നുണ്ട്. ഒരു കാരണവശാലും ആ വാമദേവനെ പുറത്തിറക്കാൻ അനുവദിക്കരുത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ കണ്ണനോടൊപ്പം ചേർന്ന് നിങ്ങൾ വാദിച്ചാലും വേണ്ടിയില്ല, വാമദേവൻ പുറത്തിറങ്ങാൻ പാടില്ല. അവൻ ഒറ്റയൊരുത്തന എൻ്റെ കുഞ്ഞിൻ്റെ ജീവിതം ഇങ്ങനെയാക്കിയത്. കമലേശ്വരം തറവാട്ടി ആ ഉണ്ണിന്ന് പറയുന്ന മണ്ണുണ്ണിക്ക് എന്തൊക്കെ ഉണ്ടെന്നും പറഞ്ഞ് എൻ്റെ കുഞ്ഞിൻ്റെ ജീവിതം കളഞ്ഞു കുളിച്ച് അവൻ എൻ്റെ മോനെ ഇപ്പം ജയിലിലും ആക്കുന്നു. അങ്ങനെയുള്ള അവൻ ഒരിക്കലും പുറത്തിറങ്ങാൻ പാടില്ല വക്കീലെ എന്നും പറഞ്ഞ് മുത്തശ്ശിയാണെങ്കിൽ വിഷമിക്കുന്നുണ്ട്. എന്തായാലും നമ്മുടെ അനന്തുവിനും ലേഖയ്ക്കും ഒക്കെ ഒരു കാര്യം മനസ്സിലാകുന്നു. കണ്ണൻ്റെ അച്ഛൻ്റെ ആത്മാവ് ഇപ്പോഴും ഈ ലോകം വിട്ടു പോയിട്ടില്ല. തൻ്റെ മരണത്തിന് കാരണക്കാരായവരെ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരാതെ ആ ആത്മാവിന് ശാന്തി കിട്ടില്ല. അപ്പോൾ അച്ഛൻ്റെ ആത്മാവിന് ശാന്തി നേടിക്കൊടുക്കേണ്ടത് മകൻ്റെ കർമ്മമാണ്, അല്ലെങ്കിൽ ഉത്തരവാദിത്തമാണ്. അതെന്തായാലും ഭംഗിയായിട്ട് നിർവഹിക്കുന്ന കണ്ണനെ നമുക്ക് അധികം താമസിക്കാതെ കാണാം. കോടതി മുറിയിലെ കണ്ണൻ്റെ വാദത്തിനായി കാത്തിരിക്കുന്നു.